ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു അടിപൊളി നമുക്ക് ബൊട്ടിക്കിലൊക്കെ 1500 റേറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു കുർത്തി നമ്മൾ കുറഞ്ഞ വിലയിൽ തുണിയിൽ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. അതിപ്പോൾ 2 മീറ്റർ തുണിയാണ് കുർത്തി മെറ്റീരിയൽ, 1 മീറ്ററിന് 85 രൂപ. പിന്നെ എടുത്തിരിക്കുന്ന ലേസ് വന്നിട്ട് ഓർഗാൻസ ലേസാണ് എടുത്തിരിക്കുന്നത്. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു 1/2 മീറ്റർ പോലും വേണ്ട. ലൈനിങ് ഇടുന്നില്ല. അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ ഈ ഒരു പ്രിൻ്റ് മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ബാക്ക് പോർഷനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ചെയ്തിട്ടുള്ള ഫുള്ളായിട്ടുള്ള ഞാൻ ഇട്ടിട്ടുണ്ട്, ഈ വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. ആദ്യം ബാക്ക് പോർഷനെ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, അതിനായിട്ട് ജസ്റ്റ് തുണി മടക്കി വെച്ചിട്ടുണ്ട്. 43 ഇഞ്ച് ലെങ്ത്താണ് നമുക്ക് വേണ്ടത്. അപ്പം 43 ഇഞ്ച് ലെങ്ത്ത് നമ്മൾ അടിയിൽ നിന്നും മേലോട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാധാരണ അളവുകൾ എ ലൈനാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് എ ലൈനാണ് ബാക്ക് പോർഷൻ വരുന്നത്. ഷോൾഡർ 7, ആം ഹോൾ 7 ഇഞ്ച് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതേ വീഡിയോയിൽ ചെയ്യുന്നത് കാണിച്ചോളൂ കേട്ടോ. ഷോൾഡർ 7 ഇഞ്ച്, പിന്നെ ആം ഹോൾ 7 ഇഞ്ച്, ചെസ്റ്റ് 11.5, വേസ്റ്റ് 10.5. വേസ്റ്റിൻ്റെ അവിടെ നിന്ന് പിന്നെ തുണിയുടെ എൻഡിലോട്ടേക്ക് ചരിച്ച് മാർക്ക് ചെയ്തെടുക്കുക. ഓക്കെ, ഇതിപ്പോൾ ഒരു XXL സൈസിൻ്റെ അളവിലാണ് ഇപ്പോൾ പറയുന്നത്. കുർത്തിക്ക് വരുമ്പോൾ ഇത് XXL ആവും. പിന്നെ നമ്മൾ നൈറ്റിക്ക് നമ്മൾ ഇതേ അളവിൽ ചെയ്യുമ്പോൾ അത് XXL ലെവലിൽ വരും. കാരണം നൈറ്റി എപ്പോഴും ലൂസായിട്ടാണ് ഇടുക. അപ്പോൾ ഇതേ ചെസ്റ്റ് നോക്കിക്കേ, നമുക്ക് കൈക്കുഴിയുടെ അവിടെ ഒരു 1.5 ഇഞ്ച് വെച്ചിട്ട് ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്തെടുക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ടൈലറിങ് ക്ലാസ്സാണ്, മനസ്സിലായല്ലോ. ടൈലറിങ് ക്ലാസ് ആണത്. അടുത്തത് വേസ്റ്റ് 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വണ്ണം 11 ഇഞ്ച്, 11.5 ഇഞ്ച്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ യോജിപ്പിച്ച ശേഷം തുണിയുടെ എൻഡിലോട്ടേക്ക് ചരിച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ടൈലറിങ് ക്ലാസ് നമ്പർ 74 ആണ് നമ്മുടേത്. ഓക്കെ, ഡിസൈനർ കുർത്തിയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കിക്കേ, ഇനി തുണിയുടെ വീതി ഒന്ന് കാണിച്ചിട്ടാൽ 20 ഇഞ്ചാണ്. പലർക്കും തോന്നും എത്രയാണ് വീതി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. കണ്ടോ, ഇങ്ങനെ തുണിയുടെ എൻഡിലോട്ട് ചരിക്കും. നമ്മൾ 43 ഇഞ്ച് ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് തയ്ച്ച് വന്നപ്പോൾ ലെങ്ത്ത് ഇത്തിരി കുറഞ്ഞും പോയി. കാരണം ഞാൻ അടി സൈഡ് എല്ലാം കഴിഞ്ഞ് അടി ഒന്ന് കട്ട് ചെയ്തിട്ട് സെറ്റാക്കി അടി മടക്കി അടിക്കുമ്പോഴേക്കും സൈസിലൊരു കുറവ് വന്നു. അപ്പം നിങ്ങൾ എത്ര വേണോ അതിൽ നിന്ന് ഒരു 2 ഇഞ്ച് കൂട്ടിയെടുക്കുക. അവസാനം പിന്നെ ഒന്ന് ചെയ്തെടുത്താൽ മതി, സൈസ് കറക്റ്റാക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് അപ്പോൾ ഫൈനൽ ലുക്ക് എന്താണെന്നുള്ളത് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ പിന്നെ അത് ലേസ് ഓർഗാൻസ ലേസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഓർഗാൻസ ലേസിന് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇടുമ്പോഴേ ഭയങ്കര കുത്തലുണ്ട്, നമുക്ക് ബോഡിയിലേക്ക് ഒരു സുഖമില്ല സത്യം പറഞ്ഞാൽ ഓർഗാൻസ ലേസ് നമ്മൾ ഇടുന്ന സമയത്ത്. ഇനിയിപ്പോൾ ഇതിൽ നോക്കിക്കേ, ഇത് ഞാൻ ബാക്ക് പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തു. ഇനി ഫ്രണ്ട് പോർഷനാണ്. അപ്പോൾ അതിന് വീണ്ടും ആ തുണി ഇങ്ങനെ നടുവേ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം നമ്മൾ കട്ട് ചെയ്ത തുണിയില്ലേ, അത് വെച്ചിട്ട് വേണം നമുക്ക് അളവെടുക്കാനായിട്ട്. ഫ്രണ്ടിൽ പ്ലീറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ഒതുക്കി വെച്ചിട്ടുണ്ട്. മേൽവശത്ത് നമ്മളിപ്പോൾ മറ്റേ പോർഷൻ കട്ട് ചെയ്തതിൻ്റെ അവിടെ നിന്ന് തന്നെ നമുക്ക് ഇനി ഫ്രണ്ട് പോർഷനിലേക്കുള്ള ഇത് നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ ആ ലൈൻ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിങ് ലൈൻ ഒന്ന് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 5 ഇഞ്ച് പ്ലീറ്റ് കൊടുക്കാനായിട്ട് ഒരു 5 ഇഞ്ച് തുണി മടക്കി വെച്ചിട്ട് പ്ലീറ്റ് കൊടുക്കാനായിട്ട് ഒരു 5 ഇഞ്ച് നമുക്ക് മാറ്റിയ ശേഷം മാർക്ക് ചെയ്ത ശേഷം ആ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നമ്മൾ ബാക്ക് കട്ട് ചെയ്ത ടോപ്പ് വെച്ചിട്ട് പിന്നെ ഷോൾഡറും ആം ഹോളും ചെസ്റ്റും ഒക്കെ ഫ്ലെയറൊക്കെ മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് 5 വേണമെങ്കിൽ 5 എടുക്കാം, 3 വേണമെങ്കിൽ 3 ഇഞ്ച് കൊടുക്കാം, 4 ഇഞ്ച് വേണമെങ്കിൽ 4 ഇഞ്ച് കൊടുക്കാം. ഇപ്പം ഞാൻ 5 ഇഞ്ച് വരച്ചത് കുറച്ച് നീളത്തിൽ വരയ്ക്കേണ്ടത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. പ്ലീറ്റ് എടുക്കാനാണ് ഈ 5 ഇഞ്ച്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ബാക്ക് കട്ട് ചെയ്ത പീസില്ലേ അതെടുത്തിട്ട് അത് ബാക്കിൻ്റെ തുണി മടക്കിയ വശം അത് കണ്ടോ, അതെ ഇങ്ങനെ വെക്കുക. കണ്ടോ, ഇങ്ങനെ വെച്ച ശേഷം ഇനി എന്ത് ചെയ്യണം, ബാക്കിയുള്ള കൈക്കുഴിയും ഷോൾഡറും ഒക്കെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം.
പക്ഷെ നല്ല ഭംഗിയാണ് നമുക്കിത്. പ്ലെയിൻ ജോർജറ്റ് മെറ്റീരിയൽ, അതുപോലെ തന്നെ വിചിത്ര സിൽക്ക് മെറ്റീരിയലൊക്കെ നമുക്കിത് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ ആ ഒരു പ്ലീറ്റ് ഫ്ലെയർ ആയി നിൽക്കും. നമ്മൾ കോട്ടൺ ഇത് ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ കോട്ടൺ അല്ല, ക്രേപ്പാണ് എടുത്തിരിക്കുന്നത്, പ്രിൻറ്റഡ് ക്രേപ്പാണ് ഇത് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമുക്കിങ്ങനെ ഒരുപാട് ഒതുങ്ങി നിൽക്കുന്ന ഇത് നല്ല രീതിക്ക് നമുക്ക് നിൽക്കും. പിന്നെ കറക്റ്റ് അളവിൽ ഞാൻ ഇതൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിത് കോട്ടൺ തുണികളിൽ ചെയ്യുന്ന അത്ര ഭംഗി ഉണ്ടാവില്ല. ജോർജറ്റ് അല്ലാന്നുണ്ടെങ്കിൽ വിചിത്ര സിൽക്ക് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ക്രേപ്പ് ഒക്കെ ആണെങ്കിൽ നന്നായിട്ടുണ്ടാവും. ഓർഗാൻസ ഒക്കെ നന്നായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാനിങ്ങനെ എടുത്തിട്ട് ഇത് കണ്ടോ നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോളൂ. അടിവശം ഞാനിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ അടിവശം ഒന്ന് കറക്റ്റായിട്ട് ട്രിം ചെയ്ത് വരുന്നുണ്ട്. അപ്പോഴേക്കും ഒരു ഇത്തിരി ഹൈറ്റ് എനിക്ക് ലെങ്ത്ത് കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയാം, ലെങ്ത്ത് എത്ര എടുക്കുക നിങ്ങൾ വിചാരിക്കുന്നു അതിൽ നിന്നും 2 ഇഞ്ച് കൂട്ടിയെടുക്കാം. എന്നിട്ട് നമ്മൾ തയ്ച്ച് ലാസ്റ്റ് ആകുമ്പോൾ അടി മടക്കി അടിക്കുന്നതിന് മുന്നേ ഒന്ന് ഷേപ്പ് ചെയ്ത ശേഷം നമുക്ക് അടി മടക്കി അടിക്കാം. അപ്പം നമുക്ക് ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. കണ്ടോ, ഈ നടുക്കത്തെ ഭാഗം മൊത്തം നമുക്ക് പ്ലീറ്റ് വയ്ക്കും. നമ്മൾ 5 ഇഞ്ചാണ് മടക്കിയിട്ട് 5 ഇഞ്ച്, മടക്കാണ്ട് 10 ഇഞ്ചാണ് നമ്മൾ എക്സ്ട്രാ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കൈക്കുഴി, സ്ലീവിൻ്റെ കൈക്കുഴി എടുക്കാനായിട്ട് നമ്മുടെ ബോഡിയിലെ കൈക്കുഴി എടുത്തപ്പോൾ 10 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 10 ഇഞ്ച്. ഇനി നമുക്ക് ഈ ഒരു ബാക്കി തുണിയിൽ നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ മടക്കി വയ്ക്കുക. അപ്പോൾ സ്ലീവിനകത്ത് ഒരു 10 എടുത്താൽ മതി. അപ്പോൾ മേൽവശം കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഒരു ലൈൻ കൊടുത്തിട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഓർത്തു. ഇനി 10 ഇഞ്ച് 10 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ഇനി നമുക്ക് സാധാരണ കൈക്കുഴി എപ്പോഴും നമ്മൾ മാർക്ക് ചെയ്യുന്ന കൈക്കുഴിയുടെ വണ്ണം മാർക്ക് ചെയ്യാം. നമ്മൾ എവിടെ നിന്ന് സ്ലീവ് തുടങ്ങുന്നോ അവിടെ നിന്നും 3 ഇഞ്ച് താഴെ ആണ് നമുക്ക് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ രീതിയിൽ അങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കൈയിൻ്റെ റൗണ്ട് ഞാനൊരു 8 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 3 ഇഞ്ച് 3 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം അതിൻ്റെ വണ്ണമാണ് നമ്മൾ ഓൾറെഡി ബോഡിയിലെ കൈക്കുഴി നോക്കുമ്പോൾ 10 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ആ 3 ഇഞ്ചിലേക്ക് ഇങ്ങനെ ചരിച്ച് വരച്ച് കൊടുത്തു. ഇതിൽ നെക്കിൻ്റെ കട്ടിങ്ങുകളും പ്ലീറ്റ് വെക്കുന്ന കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലാണ്. പക്ഷേ ഇതിൻ്റെ ഫുള്ളായിട്ട് ഫൈനൽ ലുക്ക് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ ഇട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ബൊട്ടീക്കിൽ ഒരു 1200 1500 നല്ല മെറ്റീരിയൽ നമ്മൾ ഏത് മെറ്റീരിയൽ എടുക്കുന്നോ അതിനനുസരിച്ചിട്ടാണ് റേറ്റ് വരുന്നത്. നമുക്ക് ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കാൻ നിങ്ങൾ കാണിച്ചു തന്നു 1 മീറ്ററിന് 85 രൂപയാണ്. അപ്പോൾ എനിക്കധികം ചിലവൊന്നും വന്നിട്ടില്ല ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ടൈലറിംഗ് ക്ലാസ് നമ്പർ 74 ആണത്. 75 ഇതിൻ്റെ സ്റ്റിച്ചിങ് ഇടും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് നോക്കിക്കോളൂ. അടുത്ത പാർട്ടിൽ ഫുൾ സ്റ്റിച്ചിങ് ഞാൻ ഇട്ടേക്കാം. ഞാൻ ഓൾറെഡി തയ്ച്ച് കഴിഞ്ഞു, എനിക്കിനി ബാക്കിയുള്ളത് നിങ്ങൾ ഇട്ടാൽ മാത്രം മതി. ഇങ്ങനെയായിരിക്കും നമുക്ക് ഉണ്ടാകുക. കഴുത്ത് കുറച്ച് ഞാൻ കയറ്റിയിട്ടാണ് എടുത്തിരിക്കുന്നത്, കാരണം അത് സ്ക്വയർ നെക്ക് പോലെ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ സ്ലീവിൽ ഞാൻ പറഞ്ഞില്ല, ഓർഗാൻസ ലേസ് ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് കുത്തുന്നുണ്ട്. അതുകൊണ്ട് സ്ലീവൊക്കെ ഞാൻ ഇത്തിരി ലൂസിലാണ് ആ ഒരു ഭാഗത്ത് ഇടുമ്പോൾ നമുക്ക് ലേസ് നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തും കയ്യിലൊക്കെ ഒരു കുത്ത്, അങ്ങനെ എനിക്ക് അത്ര സുഖം തോന്നിയില്ല. കുർത്തി എന്തായാലും എനിക്ക് നല്ല കംഫർട്ടബിളായി തോന്നി. അടുത്ത വീഡിയോയിൽ സ്റ്റിച്ചിങ് ഇടാം.